ഈ ഒരു സ്കോഡ റാപ്പിഡിൻ്റെ ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഫെയ്ഡായിരുന്നു. ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പും അത്യാവശ്യം ഫെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്ത് ആ ഒരു ബ്രാൻഡ് ന്യൂ ലൈറ്റിൻ്റെ ഫിനിഷിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ലോ ബീമിൽ ഒരു മോണോബീം ഹാലജൻ പ്രൊജക്ടറാണ് വരുന്നത്. അതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു BiLED ലേസർ സ്കൈഫൈ ലേസർ പ്രൊജക്ടറാണ് നമ്മൾ ഇതിൻ്റെ ലോ ബീമിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈ ബീമിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു LED ബൾബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പിലും ഒരു LED ബൾബ്. അപ്പോൾ ടോട്ടലി ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു 3 ലൈറ്റുകളിൽ കൂടി നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പെർഫോമൻസ് ഇതുപോലെയാണ്. ഇത് എതിരെ വരുന്നവരുടെ കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ റൈറ്റ് സൈഡ് ഫോഗ് ലാമ്പ് മാത്രം ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിനൊരു കുറച്ച് ഹൈറ്റിലാണ് പോകുന്നത്. അതൊരു കറക്റ്റാക്കി വെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇത് ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ടാണ്. നമുക്ക് 2 ലൈനായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോഗ് ലാമ്പ് മാറ്റുക തന്നെ വേണം. ഇതിൻ്റെ ലോ ബീം കട്ട് ഓഫ് ആണ്. ഇത് പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കറക്റ്റ് ലെവലിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ ബീം ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചേഞ്ച് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട്.